സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ 3rd ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. മലയാളം മീഡിയം ആണ് എടുക്കുന്നത്. 3rd ചാപ്റ്റർ സംവേദനങ്ങൾക്ക് പിന്നിൽ. ഓക്കെ, സംവേദനങ്ങൾക്ക് പിന്നിലെന്ന 3ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് കിട്ടുന്ന സംവേദനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ എന്തൊക്കെയാണ്, ഈ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻസ്, അവ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവയുടെ ഘടന എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ സമയം കളയാതെ ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറുടെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ടീച്ചർ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചുറ്റുപാട് നിന്ന് ഒരുപാട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയ സമയമാണെങ്കിൽ നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇനി അതല്ല രാത്രി സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ തണുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. നമ്മുടെ ചുറ്റുപാടനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ മാറ്റങ്ങൾക്കെല്ലാം, ആ പ്രതികരണങ്ങൾക്കെല്ലാം ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ടേബിളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുറേ കാരണങ്ങൾ നമ്മൾ എഴുതണം. അതിനനുസരിച്ച് പ്രതികരണം ഇവിടെ കുറേയൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ കാരണം, സുഹൃത്തിനെ കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുന്നു, കുറേ കാലത്തിന് ശേഷം കാണുകയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും അല്ലേ? നിങ്ങളൊന്നിക്കൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കൈ കൊണ്ടൊന്നിക്കൽ ഹായ് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻസ്, അത് ഒരാളെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ചിലരെന്ത് ചെയ്യും? ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, ചിലർ ജസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡിൽ ഒതുക്കും, ചിലർ ഹലോ ഹായ് ബൈ ബൈയിൽ ഒതുക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ്, ഓരോരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സുഹൃത്തിനെ കാണുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഹായ് പറയാം, ചിലപ്പോൾ കെട്ടിപ്പിടിക്കാം, ഷേക്ക് ഹാൻഡ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കും. ഇനി രണ്ടാമത്തെ അവിടെ ബ്ലാങ്കാ കൊടുത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടീച്ചർ പറയുന്നത് തീവ്രപ്രകാശം കണ്ണിൽ പതിക്കുന്നു. നിങ്ങൾ ഡയറക്റ്റ് സൂര്യനെ നോക്കുന്നു. ഓക്കെ, വേണമെന്ന് വെച്ചിട്ടല്ല, നിങ്ങൾ അറിയാതെ നോക്കുമ്പോൾ സൂര്യൻ്റെ അടുത്തേക്ക് ആയിപ്പോയി, മീൻസ് ആ ഡയറക്ഷനിലായിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണ് ചിമ്മു അല്ലേ? അതായത് തീവ്രപ്രകാശം കണ്ണിൽ പതിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണ് അടയ്ക്കുന്നു അല്ലെങ്കിൽ കണ്ണ് ചിമ്മുന്നു. ഇനി മൂന്നാമത്തതിൽ ഏതാ? ഒരു പ്രതികരണം കൊടുത്തിട്ടുണ്ട്, ചെവി അടച്ചു പിടിക്കുന്നു. എപ്പോഴാണ് നമ്മൾ ചെവി അടച്ചു പിടിക്കുക? വെറുതെ ചെവി അടച്ചു പിടിക്കുമോ? ഇല്ല, ഒരു കാരണം ഉണ്ടാവും അല്ലേ? ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ അല്ലേ? തീവ്ര ശബ്ദം കേൾക്കുമ്പോൾ, വലിയ സൗണ്ടിൽ പടക്കം പൊട്ടുന്ന ഒച്ചയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഫോടന ശബ്ദങ്ങളോ അല്ലെങ്കിൽ വലിയൊരു പാത്രം താഴെ വീഴുന്നതോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അത് കേൾക്കാൻ സുഖമില്ല സൗണ്ടല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചെവി അടച്ച് പിടിക്കും അല്ല മക്കളെ? ഇനി നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് വിചാരിച്ചോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്, വിശന്ന് നിങ്ങൾ പൊരിഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു ബിരിയാണി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കഴിക്കും അല്ലേ? ഭക്ഷണം കഴിക്കും. അപ്പോൾ വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. ഇനി നിങ്ങളുടെ സുഹൃത്ത്, മറ്റൊരു എക്സാമ്പിളാണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ ഇതാ. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് പിന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് പുളി തിന്ന് കാണുന്ന കരുത്, പുളി അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് പുളി തിന്നേന്ന്. അപ്പം എന്താ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം? എന്ത് സംഭവിക്കും നിങ്ങളുടെ ശരീരത്തിൽ? നിങ്ങളുടെ വായിൽ വെള്ളം ഊറും അല്ലേ? നമുക്ക് പുളി തിന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? വായിൽ വെള്ളം വരും അല്ലേ? അപ്പോൾ വായിൽ വെള്ളം ഊറും, അതായത് ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടും. ഇനി നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ കാരണങ്ങൾക്കനുസരിച്ച് ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങൾ രൂപം കൊള്ളുന്നു ആണല്ലോ. ആ കാര്യത്തിൽ മക്കൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കാം. ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നത് ചുറ്റുപാടിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ ജൈവരാസ പ്രക്രിയകളുടെ ഫലമായാണ് പ്രതികരണങ്ങൾ രൂപം കൊള്ളുന്നത്. വെറുതെ പ്രതികരണം ഉണ്ടാവുന്നതല്ല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, നമ്മുടെ ശരീരം മാത്രമല്ല കേട്ടോ, എല്ലാ ജീവികളുടെ കേസിലും ഇങ്ങനെ തന്നെയാണ്. ഓരോ ജീവികളുടെയും ശരീരത്തിൽ നടക്കുന്ന വിവിധ ജൈവരാസ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിൽ കുറേ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. വെറുതെ പെട്ടെന്നങ്ങ് റിയാക്ഷൻ നടക്കുകയല്ല ചെയ്യുന്നത്. സംഭവിക്കുന്നത് വളരെ ഷോർട്ട് ടൈമിനുള്ളിലാണെങ്കിൽ തന്നെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്.
അല്ലേ? നോക്കിക്കോ, നിങ്ങളൊരു കൂട്ടുകാരനെ കാണുന്നു, ഇങ്ങനെ ഒരാളെ കാണുമോ? ഇരുട്ടത്ത് പോയി നിന്നാൽ കാണുമോ? ഇല്ല. എന്ത് ചെയ്യണം? കൂട്ടുകാരിൽ നിന്നും പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിക്കണം. അതായത് ലൈറ്റ് ആ ഫ്രണ്ടിൻ്റെ മുകളിൽ തട്ടി നിങ്ങളുടെ കണ്ണിനകത്തേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരിൽ നിന്നും പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിക്കണം. എന്നിട്ട് എന്ത് സംഭവിക്കണം? കണ്ണിൻ്റെ റെറ്റിനയിൽ പ്രതിബിംബം രൂപം കൊള്ളണം. അതായത് നമ്മുടെ കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന സ്ഥലത്തിനെയാണ് റെറ്റിന എന്ന് പറയുന്നത്. നമ്മളത് പഠിക്കും, കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ നമ്മളത് പഠിക്കും. അപ്പോൾ ആ കൂട്ടുകാരിൽ നിന്നും പ്രകാശരശ്മികൾ നേരെ എവിടത്തേക്ക് പ്രവേശിക്കും? നമ്മുടെ കണ്ണിനകത്തേക്ക് പ്രവേശിക്കും. പ്രതിബിംബം രൂപപ്പെടും. പ്രതിബിംബത്തെ സംബന്ധിച്ച സന്ദേശം, അപ്പോൾ പ്രതിബിംബ രൂപം കൊണ്ടു ആ ഒരു ഇൻഫർമേഷൻ നേരെ എങ്ങോട്ട് പാസ് ചെയ്യും? നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യും, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തും. പ്രതികരണങ്ങൾ ഉണ്ടാവുന്നതിൽ വൈറ്റൽ റോൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ മസ്തിഷ്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രതിബിംബത്തെ സംബന്ധിച്ച സന്ദേശങ്ങൾ കണ്ണുകളിൽ നിന്നും മസ്തിഷ്കത്തിലേക്ക് എത്തും. മസ്തിഷ്കം ഈ സന്ദേശത്തെ വിശകലനം ചെയ്യും, എന്നിട്ട് കൂട്ടുകാരെ തിരിച്ചറിയും. തുടർന്ന് പ്രതികരണങ്ങൾക്കുള്ള നിർദ്ദേശം പേശികൾക്ക് നൽകും. ഓക്കെ, ആദ്യം പ്രകാശരശ്മികൾ കണ്ണിലെത്തി, നിങ്ങൾ ആ കൂട്ടുകാരൻ്റെ പ്രതിബിംബം കണ്ണിനകത്ത് രൂപം കൊണ്ടു. കണ്ണിനകത്ത് രൂപം കൊണ്ട് ഓൺ ദ സ്പോട്ട് തന്നെ എങ്ങോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തു? നിങ്ങളുടെ ബ്രെയിനിലേക്ക്, നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു. ബ്രെയിൻ എന്തിനു സഹായിച്ചു? ആ കൂട്ടുകാരനെ തിരിച്ചറിയാൻ സഹായിച്ചു. തുടർന്ന് എന്ത് ചെയ്യും? പ്രതികരണങ്ങൾക്കുള്ള നിർദ്ദേശം പേശികൾക്ക് കൊടുക്കും. അതായത് നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ മസിൽസിൻ്റെ പേശികളുണ്ട്. ഈ പേശികൾക്ക് നിർദ്ദേശം കൊടുത്തു. എന്ത് ചെയ്യണം? ഒന്നിക്ക് ഹായ് പറയണം, അല്ലെങ്കിൽ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തു. പേശി പ്രവർത്തനങ്ങളുടെ ഫലമായി വിവിധ പ്രതികരണങ്ങൾ രൂപം കൊള്ളും. മനസ്സിലായല്ലോ? പേശികളുടെ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടായിട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻസിഡൻറ്റ് നടക്കണമെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടു, ആ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് അവിടെ നടക്കണം. പക്ഷെ ഇത്രയും സമയം വേണോ? ടീച്ചർ ഈ പറഞ്ഞ സമയം വേണോ? വേണ്ട, നമ്മളീ പറഞ്ഞ സമയമൊന്നും വേണ്ട അല്ലേ? അല്ലാതെ തന്നെ എന്ത് ചെയ്യും? വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ നമ്മുടെ ശരീരം. ഓക്കെ, നെക്സ്റ്റ്, ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിൽ പ്രതികരണങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രതികരണങ്ങൾക്കെല്ലാം കാരണം ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ എന്താണ് ഉദ്ദീപനം എന്ന് നോക്കാം. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ. അതായത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ്, അല്ലെങ്കിൽ കാരണങ്ങളെയാണ്, സാഹചര്യങ്ങളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദ്ദീപനങ്ങൾ പ്രധാനമായും 2 തരം: ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തര ഉദ്ദീപനങ്ങളും. ഓക്കെ, ബാഹ്യ ഉദ്ദീപനവും ആന്തര ഉദ്ദീപനവും. ആ ടേംസും തന്നെ നിങ്ങൾക്കതിൻ്റെ അതെന്താണെന്ന് മനസ്സിലാവും. ബാഹ്യ ഉദ്ദീപനം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പുറത്തു നിന്നുള്ള ഉദ്ദീപനം. നിങ്ങളെ ഫ്രണ്ടിനെ കാണണമെങ്കിൽ ലൈറ്റ് കണ്ണിലേക്ക് വരണമായിരുന്നു. ലൈറ്റ് വരുന്നത് കണ്ണിൻ്റെ ഉള്ളിൽ നിന്നല്ല, പുറത്തുനിന്നാണ് അല്ലേ? ബാഹ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്ദീപനങ്ങളാണ് ബാഹ്യ ഉദ്ദീപനങ്ങൾ. അതേസമയം ആന്തര ഉദ്ദീപനങ്ങളാണ് രണ്ടാമത്തെ ടൈപ്പ്. ആന്തര ഉദ്ദീപനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്തുനിന്ന് തന്നെയാണ് ആ ഉദ്ദീപനം വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വിശക്കുന്നോ? വിശപ്പ് പുറത്തുനിന്ന് വിളിച്ച് പറയുന്നത് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് അല്ല, നിങ്ങളുടെ ശരീരത്തിനകത്തുനിന്നാണ് ആ ഒരു ഉദ്ദീപനം വരുന്നത്. ഇതാ എൻ്റെ വയറ്റിലൊന്നുമില്ല, അല്ലെങ്കിൽ സ്റ്റൊമക്ക് കാലിയാണ്, എന്ത് ചെയ്യണം? എനിക്കിനി ഫുഡ് വേണം എന്ന് ആര് പറയും? നമ്മുടെ സ്റ്റൊമക്ക് നമ്മളോട് പറയും അല്ലേ? അതായത് നമുക്ക് വിശക്കും ആണല്ലോ. അപ്പോൾ വിശപ്പ് എന്താണ്? ഒരു ആന്തര ഉദ്ദീപനാണ്. ഓക്കെ, ദാഹം, നമുക്ക് ദാഹിക്കുന്നു, വായൊക്കെ വറ്റി വരളുന്നു. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനകത്തുനിന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ദാഹിക്കുന്നു, അപ്പോൾ വിശപ്പ്, ദാഹം. അതുപോലെ നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു അർജ് ഉണ്ടാകുന്നു, അതായത് നിങ്ങൾക്കൊന്ന് യൂറിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ അതും എന്താണ്? ആന്തര ഉദ്ദീപനാണ്. ആരും പുറത്തുനിന്ന് പറയുന്നതല്ല അല്ലേ? അല്ലെങ്കിൽ ആരും പുറത്തുനിന്ന് നമുക്ക് വരുന്ന ഉദ്ദീപനങ്ങളല്ല, അവ നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് സ്വയമേവ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള ഉദ്ദീപനങ്ങളാണ് ആന്തര ഉദ്ദീപനം. പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അവ ആന്തര ഉദ്ദീപനങ്ങളാണോ ബാഹ്യ ഉദ്ദീപനങ്ങളാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. വിശപ്പ് എന്താണ്? ആന്തരോദ്ദീപനം. സിംഹത്തെ കണ്ട മുയൽ പേടിച്ച് ഓടിപ്പോകുന്നു. സിംഹത്തെ കാണുക എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമാണ് അല്ലേ? ലൈറ്റ് വന്ന് കണ്ണിലേക്ക് വരുമ്പോഴേ നമ്മളത് കാണുന്നുള്ളൂ. അപ്പോൾ സിംഹത്തെ കണ്ട മുയൽ പേടിച്ച് ഓടിപ്പോകുക എന്നുള്ളത് ആന്തര പ്രേരണകൾക്ക്, അതായത് ആന്തര ഉദ്ദീപനങ്ങൾക്ക് എക്സാമ്പിളാണ്. തണുപ്പകറ്റാൻ പുതക്കുന്നു. സോറി, ടീച്ചർ പറഞ്ഞതിൽ തെറ്റുണ്ടേ. സിംഹത്തെ കണ്ട മുയൽ പേടിച്ച് ഓടിപ്പോകുന്നു, അതെന്താണ്? ബാഹ്യ ഉദ്ദീപനാണേ.
ബാഹ്യ ഉദ്ദീപനമാണ്. കാണുക എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നതാ, ലൈറ്റ് പുറത്തുനിന്ന് വരുന്നതാ. അപ്പോൾ കാണുക എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യ ഉദ്ദീപനാണ്. സോറി, പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ തണുപ്പകറ്റാൻ പുതയ്ക്കുന്നു. തണുപ്പ് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ളതാ, ബാഹ്യമാണ്. അപ്പോൾ ബാഹ്യ ഉദ്ദീപനാണത്. മഴ നനയാതിരിക്കാൻ കുട ചൂടുന്നു. മഴ പെയ്യുന്ന ശരീരത്തിനകത്തല്ല, പുറത്താണ് അല്ലേ. അപ്പോൾ ബാഹ്യ ഉദ്ദീപനാണ് ഇത് മഴ നനയുക എന്ന് പറയുന്നത്. അപ്പോൾ ആ മഴ നനയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കുട ചൂടുന്നു. രോഗബാധയുണ്ടാകുമ്പോൾ ശരീരോഷ്മാവ് കൂടുന്നു. ശരീരത്തിനകത്തേക്ക് രോഗാണുക്കൾ എത്തിക്കഴിഞ്ഞാൽ അത് ഉദ്ദീപനം ആന്തരികമാണേ. ശരീരത്തിനകത്തേക്ക് രോഗാണുക്കൾ എത്തി, അത് പുറത്തുനിന്ന് വരുന്നതന്നെ സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ രോഗാണുക്കൾ എവിടെയുള്ളത്? ശരീരത്തിനകത്താണ് ഉള്ളത്. ശരീരത്തിനകത്തെത്തി ഈ രോഗാണുക്കൾ ആര് തിരിച്ചറിഞ്ഞു? നമ്മുടെ ശരീരം തിരിച്ചറിഞ്ഞു. ആന്തരിക ഉദ്ദീപനം തന്നെയാണേ. അപ്പോൾ രോഗബാധ ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ശരീരോഷ്മാവ് കൂടും. അതായത് നിങ്ങൾക്ക് പനിക്കും. പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാണ് എന്നും കൂടി ഈ സമയത്ത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തരിക ഉദ്ദീപനങ്ങളും മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ്, ഗ്രാഹികളും സന്ദേശങ്ങളും. വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ നാഡികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ്. അതായത് ഇത്തരത്തിലുള്ള പല ഉദ്ദീപനങ്ങൾ, പ്രകാശമായാലും സൗണ്ടായാലും സ്പർശമായാലും ഇവയൊക്കെ നമ്മളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങൾ വഴിയാണ്. ഈ നാഡികളുടെ അഗ്രഭാഗങ്ങളെ അല്ലെങ്കിൽ ഈ സവിശേഷ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. ഓക്കെ, ഇവയാണെന്ത്? ഗ്രാഹികൾ. ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാകും. അതായത് ഓരോ ഉദ്ദീപനങ്ങൾ, അത് ബാഹ്യമായിക്കോട്ടെ ആന്തരമായിക്കോട്ടെ, ഏതൊരു ഉദ്ദീപനത്തിനനുസരിച്ചും നമ്മുടെ ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാകും. അതായത് ചെറിയ ആവേഗങ്ങൾ ഉണ്ടാകും, ഒരു ഇലക്ട്രിക് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ, ഒരു ഇലക്ട്രിസിറ്റി സ്റ്റാർട്ടാവും അവിടെ. ഇത്തരം സന്ദേശങ്ങൾ, ഈ ഒരു ചെറിയ മാറ്റം, ഇലക്ട്രിക്കൽ കറണ്ടിലുണ്ടാകുന്ന ഈ ഒരു മാറ്റം, ഈ വൈദ്യുത സിഗ്നലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്തരം സന്ദേശങ്ങൾ ബാഹ്യ ആന്തര ഉദ്ദീപനത്തിനനുസരിച്ച് ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം സന്ദേശങ്ങളെയാണ് മക്കളെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നു. ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോൺസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അതായത് ഒന്നുകൂടെ പറയാം, ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച്, ശരീരത്തിനകത്തുനിന്നോ പുറത്തുനിന്നോ ഒക്കെ വരുന്ന ഈ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഗ്രാഹികളിൽ ഒരു വൈദ്യുത സന്ദേശം ഉണ്ടാകും, ഒരു ചെറിയ ആവേഗമുണ്ടാകും. ഈ സന്ദേശങ്ങൾ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടും. എന്നാൽ ഈ റിസപ്റ്റർ പൊട്ടൻഷ്യലിന് നമ്മുടെ ബ്രെയിനിലേക്ക് എത്താനുള്ള അത്രയും ശക്തിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ റിസപ്റ്റർ പൊട്ടൻഷ്യലിന് നമ്മുടെ ബ്രെയിനിലേക്ക് എത്താനുള്ള ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന അളവിലുള്ള സന്ദേശങ്ങൾ ഉണ്ടാകണം, കുറച്ചുകൂടി ഉയർന്ന കറണ്ടിലുള്ള സന്ദേശങ്ങൾ ഉണ്ടാവണം. അതുണ്ടാകുന്നത് ന്യൂറോണുകളിലാണ്. ഈ ഉയർന്ന കറണ്ടിലുള്ള ഈ സന്ദേശങ്ങളെ നമ്മൾ വിളിക്കും ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന്. മനസ്സിലായോ? ഇത്തരം സന്ദേശങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ നാഡീയ ആവേഗങ്ങളായി സഞ്ചരിക്കുന്നു. ഓക്കെ, ഈ ആക്ഷൻ പൊട്ടൻഷ്യലിന് എന്തുണ്ട്? കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂറോൺസിലൂടെ വളരെ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈസിലി നമ്മുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ, അതായത് നമ്മുടെ മസ്തിഷ്കത്തിലേക്കോ സുഷുമ്നയിലേക്കോ എത്താൻ വേണ്ടി സാധിക്കും. മസ്തിഷ്കവും സുഷുമ്നയും എന്താണ്? നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പം മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ഈസി ആയിട്ട് ആർക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും? ഈ ആക്ഷൻ പൊട്ടൻഷ്യലിന് പോകാൻ വേണ്ടി പറ്റും. ഇനി നോക്കിക്കോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാം. ത്വക്കിലെ ഗ്രാഹികളിലെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അതായത് ത്വക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് കവറിങ് ആയിട്ടുള്ള നമ്മുടെ ത്വക്കിലെ ഗ്രാഹികളിലെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ. നിങ്ങൾ ഒരാൾ തൊട്ടു എന്ന് കരുത്, നിങ്ങൾ ഒരാളെ തൊട്ടു, ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളെ പിടിച്ച് ഞെക്കി. ഓക്കെ, അപ്പോൾ ഈ ത്വക്കിലെ ഗ്രാഹികളിൽ എന്തുണ്ടാവും? ഒരു റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. കാരണം എന്താ? ഒരു ബാഹ്യ ഉദ്ദീപനം അവിടെ വന്നിട്ടുണ്ട്. സിംപ്ലി ഒരു ഉദ്ദീപനം അവിടെ വന്നിട്ടുണ്ട്. ഈ ഉദ്ദീപനം വന്നതുകൊണ്ട് അവിടെ എന്തുണ്ടായി? ഒരു ചെറിയ കറണ്ട് ഉണ്ടായി. ആ ചെറിയ കറണ്ടിനെ വിളിക്കുന്ന പേരെന്നാ? റിസപ്റ്റർ പൊട്ടൻഷ്യൽ അല്ലേ? ഒരു റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടായി അല്ലേ? അതായത് നമ്മുടെ നെർവിനകത്തുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഉള്ളിൽ സാധാരണ നെഗറ്റീവ് ചാർജും പുറമെ പോസിറ്റീവ് ചാർജും ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു ഉദ്ദീപനം വരുമ്പോൾ ഉള്ളിലേക്ക് എന്ത് വരികയാണ്? പോസിറ്റീവ് ചാർജ്. ഇതാ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്.
അല്ലേ? ആ നെർവ് കൊടുത്തതിന് താഴേതാ ഒരു എന്താ പറയുക കറ്റാർ വാഴേൻ്റെ ഒരു കഷ്ണം പോലത്തെ ഒരു ചിത്രം കൊടുത്തിട്ടതാ അല്ലേ? അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഉള്ളിലെല്ലാം നെഗറ്റീവ് ചാർജാ. പക്ഷെ എവിടെയാണോ ഉദ്ദീപനം വന്നത് അവിടെ എന്ത് ചെയ്തു? ചാർജിൽ വേരിയേഷൻ വന്നു. ഉള്ളിൽ എന്തായി മാറി? പോസിറ്റീവ് ചാർജായി. അതായത് ആവേഗം ക്രിയേറ്റ് ആയി, ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ആയി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ത്വക്കിലെ ഗ്രാഹികളിൽ ഒരു റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടായി. ത്വക്കിലെ ഗ്രാഹികളിൽ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടായി. ആ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ന്യൂറോൺസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തു. കിട്ടിയല്ലോ? നാഡീയ ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തുകയും ഉചിതമായ പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോൺസിലൂടെ പാസ് ചെയ്യും. ന്യൂറോൺസിലൂടെ പാസ് ചെയ്ത് മസ്തിഷ്കത്തിലെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് എത്തും. ഉചിതമായ പ്രതികരണ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടും. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ പേശികളും ഗ്രന്ഥികളും ഒക്കെ പലതരത്തിൽ പ്രതികരിക്കുന്നു. മനസ്സിലായോ? നെക്സ്റ്റ്, ഗ്രാഹികളും സംവേദനങ്ങളും. ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളാണ് പൊതുസംവേദനങ്ങൾ. ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളാണ് പൊതുസംവേദനങ്ങളും പ്രത്യേക സംവേദനങ്ങളും. അതായത് ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങൾ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് പൊതുസംവേദനങ്ങൾ, രണ്ടാമത്തത് പ്രത്യേക സംവേദനങ്ങൾ. പൊതുസംവേദനം, പൊതു മീൻസ് ജനറൽ അല്ലേ? ജനറൽ സെൻസസ്. പൊതുസംവേദനം എന്ന് വെച്ചാൽ സ്പർശം, വേദന, ചൂട്, മർദ്ദം എന്നിവയെ ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്നു. മക്കളെ, സിമ്പിളാണ് കൺസെപ്റ്റ്. നോക്കിക്കോ, ഞാൻ നിങ്ങളെ പിടിച്ചമർത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേത്ത് എന്തെങ്കിലും ചൂടാക്കി വെക്കുകയാണ്. അത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെ വെച്ചാലും നിങ്ങൾക്ക് ചൂടെന്നെ സെൻസ് ചെയ്യൂലേ? നിങ്ങൾ എവിടെ പിടിച്ചമർത്തിയാലും നിങ്ങൾക്ക് വേദന എടുക്കൂലേ? നിങ്ങൾ എവിടെ തൊട്ടാലും നിങ്ങൾക്ക് സ്പർശം ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റൂലേ? പറ്റും. ഇത്തരത്തിലുള്ള സംവേദനങ്ങളാണ് പൊതുസംവേദനങ്ങൾ. അത് നിങ്ങളുടെ കണ്ണിൽ പിടിച്ച് നിൽക്കിയാലും നിങ്ങൾക്ക് വേദന എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പർശം അറിയാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കാലിൽ പിടിച്ച് നിൽക്കിയാലും അറിയാൻ പറ്റും, കയ്യിൽ പിടിച്ച് നിൽക്കിയാലും അറിയാൻ പറ്റും, ശരീരത്തിൽ എവിടെ തൊട്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സംവേദനങ്ങളാണ് പൊതുസംവേദനങ്ങൾ. എന്നാൽ ചില പ്രത്യേക സംവേദനങ്ങളായ കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നിവയെ ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. അവയെല്ലാവർക്കും പറ്റൂല. കാണാൻ എല്ലാവർക്കും പറ്റുമോ? ശരീരത്തിൽ എല്ലാ ഭാഗം കൊണ്ടും കാണാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങളുടെ ത്വക്ക് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? തല കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അതിന് ആരെന്നെ വിചാരിക്കണം? കണ്ണെന്നെ വിചാരിക്കണം അല്ലേ? കണ്ണിലെ ഗ്രാഹികൾക്ക് മാത്രമേ എന്തിനുള്ള കഴിവുള്ളൂ? കാണാനുള്ള കഴിവുള്ളൂ. അപ്പം കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നിവയെ ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. അപ്പം ഇത്തരത്തിൽ അറിയുന്ന ഈ സംവേദനങ്ങളെ വിളിക്കും പ്രത്യേക സംവേദനങ്ങളെന്ന്. മനസ്സിലായോ? അപ്പം ഇത്തരത്തിലുള്ള സംവേദനങ്ങൾ എന്ത് വിളിക്കുന്നു? പ്രത്യേക സംവേദനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ കുറച്ച് ഇന്ദ്രിയങ്ങളും ഉദ്ദീപനങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ദ്രിയങ്ങളും ഗ്രാഹികളും അവയുടെ ഉദ്ദീപനങ്ങളും നമുക്കൊന്ന് എഴുതണം. നിങ്ങൾക്കറിയാം, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ്, നമ്മുടെ സെൻസ് ഓർഗൻസ് 5 എണ്ണാണ്. അവയാണ് പ്രത്യേക സംവേദനങ്ങൾ തിരിച്ചറിയുന്ന ആൾക്കാർ. ഓക്കെ, ഒന്നാമത്തത് കണ്ണ്. കണ്ണിനകത്തുള്ള ഗ്രാഹികൾ പ്രകാശഗ്രാഹികൾ. എന്ത് തിരിച്ചറിയും? ഏത് ഉദ്ദീപനം തിരിച്ചറിയും? പ്രകാശം എന്ന ഉദ്ദീപനം തിരിച്ചറിയും. രണ്ടാമത്തത് ചെവി. ചെവിക്കകത്തുള്ള ഗ്രാഹി ശബ്ദഗ്രാഹി. എന്ത് തിരിച്ചറിയുന്നു? ശബ്ദം തിരിച്ചറിയുന്നു. ദെൻ നാക്ക് രാസഗ്രാഹി. എന്ത് തിരിച്ചറിയും? രുചി തിരിച്ചറിയുന്നു. ദെൻ ത്വക്ക് സ്പർശഗ്രാഹി. സ്പർശം തിരിച്ചറിയും. നിങ്ങൾ അമർത്തിയ മർദ്ദം തിരിച്ചറിയും. മർദ്ദഗ്രാഹിയുണ്ട്, മർദ്ദം തിരിച്ചറിയും. ചൂട് വെച്ചാൽ ചൂട് തിരിച്ചറിയും അല്ലേ? പക്ഷെ ചൂട് എന്താണ്? ചൂടും മർദ്ദമൊക്കെ എന്താണ്? പൊതുസംവേദനങ്ങളാണ്. അതെവിടെയായാലും ഉണ്ട്. അപ്പം അതുകൊണ്ട് സ്പർശഗ്രാഹികളാണ് പ്രധാനമായും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ത്വക്കിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പം സ്പർശഗ്രാഹികൾ എന്ത് തിരിച്ചറിയും? സ്പർശം തിരിച്ചറിയും. ഇനി മൂക്ക്. നെക്സ്റ്റ് മൂക്ക്. മൂക്കിനകത്ത് എന്തുണ്ട്? ഘ്രാണഗ്രാഹിയുണ്ട്. എന്തെന്ന്? ഘ്രാ. ഓക്കെ, മേഘത്തിൻ്റെ ഘ. ഘ്രാണഗ്രാഹി. ഘ്രാണഗ്രാഹി എന്ത് തിരിച്ചറിയാൻ സഹായിക്കുന്നു? ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ പ്രത്യേക സംവേദനങ്ങൾ തിരിച്ചറിയാനുള്ള എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. ഓക്കെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഇവയാണ് പ്രത്യേക സംവേദനങ്ങളെ തിരിച്ചറിയുന്നത്. ഓക്കെ, ഇത്ര പോരെ മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നല്ല വൃത്തിയായിട്ടൊന്ന് നോക്കി വെക്കുക. വളരെ ചെറിയ പോർഷനാണ്, ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മുടെ 3rd ചാപ്റ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സൊക്കെ വേണമെങ്കിൽ മക്കളൊന്ന് അറിയിക്കുക. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നോട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.